നമസ്തേ. 1/2/2025 ശനിയാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളോട് കാര്യം പറയട്ടെ, എൻ്റെ നക്ഷത്രഫലത്തിലാണെങ്കിലും അതേപോലെ തൊഴിൽ മേഖല എന്ന ഭാഗത്താണെങ്കിലും എനിക്ക് ഗ്രഹനില പ്രകാരം കാണുന്നതേ പറയാൻ കഴിയും. നാളെ നേരം വെളുത്താൽ നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ രാജാവാകും എന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. അതുമാത്രമല്ല, ഞാൻ പറയുന്നത് ജാതകഫലമല്ല എന്നും കൂടെ മനസ്സിലാക്കുകയും വേണം എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജാതകഫലം വളരെ അനുകൂലമാണെങ്കിൽ, ഞാൻ ദോഷം പറയുന്ന മേഖലയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഗുണം കിട്ടിയെന്ന് വരും. എന്നാൽ ഞാൻ ഗുണം പറയുന്ന മേഖലയിൽ പോലും ചിലപ്പോൾ ജാതകഫലം അനുകൂലമല്ലെങ്കിൽ ദോഷമായെന്ന് വരും. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുൻകാഴ്ച നൽകുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ദോഷങ്ങളുള്ളത് എന്തായാലും ഞാൻ പറയും. കാരണം ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജ്യോതിഷം എന്ന ശാസ്ത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യുന്നവർക്ക് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് കഴിയും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ ഈ പോസ്റ്റുകൾ നിങ്ങൾക്കായി നൽകുന്നത്. ഇത് മനസ്സിലാക്കി നിങ്ങളിതിനെ സമീപിക്കണം. പിന്നെ ഇത് വീണ്ടും തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. ഒരു സ്റ്റിക്കറായാലും മതി. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തുടർന്ന് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 1/3/2025 ശനിയാഴ്ച. നമുക്ക് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ്. ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ തൊഴിൽ മേഖലയൊക്കെ അനുകൂലമാണ്, മേന്മയുള്ള ഒരു ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തൊഴിൽ മേഖല ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. മെഡിക്കൽ സ്റ്റോർ പോലെയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല പൊതുവെ അനുകൂലമാണ്. ഈ പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്കും അനുകൂലമാണ്. അതേപോലെ ശില്പികൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക്, മേടക്കൂറുകാർക്ക് 1/3/2025 അനുകൂലമാണ്. സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ആയോധന കലാരംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. വൃക്ഷവുമായി ബന്ധപ്പെട്ട്, മരവ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ്. എക്സിക്യൂട്ടീവ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, CEO പോലുള്ളവർക്കൊക്കെ നല്ലതാണ്. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പെയിൻറ്റർമാർ, ഇങ്ങനെയുള്ളവർക്ക്. അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, അത് ജലവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തുന്ന പ്രവർത്തികൾക്ക് അനുകൂലമാണ്. പരിസ്ഥിതി പ്രവർത്തകർക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖല പൊതുവെ അനുകൂലമാണ്. എങ്കിലും ഈ ആരോഗ്യ മേഖല ചില ഭാഗങ്ങൾ അനുകൂലമല്ലെന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ, ഇങ്ങനെയുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ നടത്തുന്നവർക്ക്. മൃഗസംരക്ഷണ മേഖല പൊതുവെ അനുകൂലമാണ്. ഭക്ഷണം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. ബേക്കറി, അതൊക്കെ അനുകൂലമാണ്. അതേപോലെ അഗ്നിസംബന്ധമായ തൊഴിലുകൾ, സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കച്ചവടം പൊതുവെ അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊക്കെ അനുകൂലമാണ്. IT മേഖല പൊതുവെ അനുകൂലമാണ്. മാനേജിംഗ് മേഖല അനുകൂലമാണ്.
സ്പോർട്സ് രംഗം അനുകൂലമാണ്. ബിസിനസ്സുകാർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. നിയമപാലന മേഖല അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അത്ര മേന്മയുള്ളതല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 1-3-2025. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തനം ഇതൊന്നും അത്ര മേന്മയുള്ളതല്ല. പത്രപ്രവർത്തകർക്കും ചെറുകിട പത്രപ്രവർത്തകർക്ക് അത്ര മേന്മയില്ല. അതേപോലെ PR മേഖല അത്ര അനുകൂലമല്ല. ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും അത്ര അനുകൂലമല്ല. അതുപോലെ പ്രാദേശിക വാർത്താ ഏജൻസികൾക്ക് അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അത്ര അനുകൂലം അല്ല. എന്നാൽ ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല പൊതുവെ അനുകൂലമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ, സർക്കാർ ജീവനക്കാർ, ടൂറിസം മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. വൻകിട ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമാണ്. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. അധ്യാപകർ, ഗവേഷകർ എന്നിവർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അലങ്കാര വസ്തുക്കൾ അതേപോലെ ആഡംബര വസ്തുക്കളൊക്കെ വിപണനം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർക്ക്, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലറുകൾ, അതേപോലെ ഈ കാറ്ററിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ആഭരണ മേഖല ഇതൊക്കെ അനുകൂലമാണ്. ഹോസ്പിറ്റൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഹോം നേഴ്സിംഗ് മേഖല, കലാരംഗം അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവരെ പോലുള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ തൊഴിൽ മേഖല അനുകൂലമാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇടവം രാശി. 1-3-2025 ശനിയാഴ്ച ഇടവം രാശിക്കാർക്ക് കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് അവരെ സംബന്ധിച്ചുള്ളത്. മോട്ടിവേഷൻ കൗൺസിലിംഗ് മേഖല അവർക്ക് അനുകൂലമാണ്. രാഷ്ട്രീയക്കാർ, ശില്പികൾ, സ്റ്റാർട്ടപ്പുകൾ ഇതൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. പഴക്കച്ചവടം അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മര വ്യവസായമൊക്കെ അനുകൂലമാണ്. എക്സിക്യൂട്ടീവ്, CEO ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. കൃഷി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്ക് അത്ര അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പെയിൻറ്റർമാർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന മേഖലയിലെ ഒക്കെ ഉള്ള ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കണം. അവർക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ്. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടക്കാർ അവർക്കൊന്നും അത്ര മേന്മയില്ല. മൃഗസംരക്ഷണ മേഖലയിലും അത്ര മേന്മ പറയാൻ കഴിയില്ല. ബേക്കറി സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർ അനുകൂലമല്ല. അതേപോലെ അഗ്നി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയില്ല. സാഹസിക പ്രവർത്തികളൊക്കെ നടത്തുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. കച്ചവടം നടത്തുന്നവർക്ക് പൊതുവെ കച്ചവടം, ബിസിനസ് രംഗം മേന്മ എന്ന് പറയാൻ കഴിയില്ല. ഒരു ഗുണദോഷ സമ്മിശ്രാവസ്ഥയായിരിക്കും. വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കും അത്ര മേന്മയൊന്നും ഉള്ള ദിവസമല്ല. എങ്കിലും വലിയ ദോഷമില്ലാതിരിക്കുകയും ചെയ്യും. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ അനുകൂലമാണ്. IT മേഖല പൊതുവെ അനുകൂലമല്ല ഇടവക്കൂറുകാർക്ക്. IT മേഖല വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മാനേജിംഗ് മേഖല ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
ഇരുമ്പ്, സ്റ്റീല് മുതലായിക്കൊണ്ടുള്ള വ്യവസായക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സ്പോർട്സ് രംഗം അനുകൂലമല്ല. നിയമപാലന മേഖലയും അത്ര മേന്മയുള്ളതൊന്നും അല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ എന്നിവർക്ക് അനുകൂലമാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഒക്കെ അനുകൂലമായ ഒരു അവസ്ഥയാണ് ഇടവക്കൂറുകാർക്ക്. എന്നാൽ ദേവകർമ്മങ്ങളൊക്കെ നടത്തുന്നവർക്ക്, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അഭിഭാഷകർ, ന്യായാധിപർ തുടങ്ങിയവർക്ക് അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർ ഒക്കെ അത്ര അനുകൂലമല്ല. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കൊന്നും മേന്മയില്ല. ടൂറിസം മേഖല അനുകൂലമല്ല. വൻകിട ബിസിനസ്സുകാർ, അതേപോലെ സ്വന്തം ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെ ഒരു ശ്രദ്ധ ബിസിനസ് രംഗത്ത് കൊടുക്കണം. അതേപോലെ ഫാഷൻ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്ന ഇടവക്കൂറുകാർക്ക് മേന്മയുണ്ട്. വിവാഹ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, മാരേജ് ബ്യൂറോ, അവർക്കൊക്കെ അനുകൂലമാണ്. ഡ്രൈവിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഹോസ്പിറ്റലുകൾ, വാഹനങ്ങൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ആരോഗ്യ മേഖലയും പൊതുവേ അനുകൂലമാണ്. ചില മേഖല എടുത്ത് ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക, അല്ലാത്തവർക്ക് അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയൊന്നുമില്ല. കൺസ്ട്രക്ഷൻ മേഖല അപകടമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരും, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനം, 1/3/2025 ശനിയാഴ്ച. മിഥുനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. പൊതുവെ നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കിയിട്ടേ മിഥുനക്കൂറുകാർ വരാവൂ തൊഴിൽ മേഖലയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ കർമ്മമണ്ഡലത്തിലേക്ക്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് വിദ്യാഭ്യാസ മേഖല ഒട്ടും അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊന്നും അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. PR മേഖല അത്ര മേന്മയുള്ളതും അല്ല. എന്നാൽ മെഡിക്കൽ സ്റ്റോർ രംഗത്ത് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിലും മേന്മയുണ്ടാവും. പഴക്കച്ചവടം ഒന്നും ചെയ്യുന്നവർക്ക് മേന്മയൊന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല. ശില്പികൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകും. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ ഇതൊന്നും അനുകൂലമല്ല. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മരസംബന്ധമായ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമല്ല. അതുപോലെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലൊക്കെ പൊതുവെ അനുകൂലമാണ്. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖല പൊതുവെ അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗം, പെയിൻറ്റർമാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, സ്ത്രീകൾക്ക്, പരിസ്ഥിതി പ്രവർത്തകർക്ക്, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലം എന്നൊക്കെ പറയാം. ശീതളപാനീയ വിൽപ്പനക്കാർക്ക് അത്ര അനുകൂലമല്ല. വഴിയോര കച്ചവടക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. ബേക്കറി, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. അതുപോലെ മിഥുനക്കൂറുകാർ സാഹസിക പ്രവർത്തകർ അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം, IT മേഖല, നിയമപാലന മേഖല, സർക്കാർ ജോലിക്കാർ ഇവർക്കൊന്നും അത്ര അനുകൂലമല്ല. വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക. ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മീഡിയ മേഖലയിലുള്ളവർക്കൊന്നും അനുകൂലമല്ല. ദേവകർമ്മങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. ടൂറിസം, അതേപോലെ വൻകിട ബിസിനസ്സുകാർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കുക.
വിവാഹ സംബന്ധമായ തൊഴിൽ, മാരേജ് ബ്യൂറോ, ഈവൻ മാനേജ്മെൻറ്റ്, ബ്യൂട്ടി പാർലർ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഹോസ്പിറ്റലുകൾ, ആരോഗ്യ മേഖല, മാനേജ്മെൻറ്റ് മേഖലയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ, ആഭരണങ്ങൾ ഇവർക്കൊന്നും അത്ര മേന്മയുള്ളതല്ല. കലാരംഗ പ്രവർത്തനം അനുകൂലമല്ല. അതേപോലെ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരൊക്കെ മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 1/3/2025. ഇനി നമുക്ക് കർക്കിടകക്കൂറ് നോക്കാം. 1/3/2025 ശനിയാഴ്ച കർക്കിടകക്കൂറുകാർ. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് തൊഴിൽ മേഖലയിൽ. എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് പലതിനും ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ വിഭാഗത്തിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് അത്ര മേന്മയുള്ളതല്ല. മെഡിക്കൽ സ്റ്റോർ അങ്ങനെയുള്ളത് അനുകൂലമല്ല. കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖല അനുകൂലമല്ല. പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഡാമേജ് ആകുന്ന വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ ഇതൊന്നും അത്ര അനുകൂലമല്ല. ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്കും കർക്കിടകക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതല്ല. അതുപോലെ സ്വർണ്ണാഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആയോധന കലാരംഗം അനുകൂലമല്ല. വൃക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, മരവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർ, എക്സിക്യൂട്ടീവുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ, പൊതുവെ ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല, ചെറുകിട ടെക്സ്റ്റൈൽസ് പ്രത്യേകം ശ്രദ്ധിക്കണം. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർ ശ്രദ്ധിക്കണം. പെയിൻറ്റർമാർ, പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നടത്തുന്ന തൊഴിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ ശീതളപാനീയം, വഴിയോര കച്ചവടം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജലവസ്തുക്കളുമായിട്ട് വഴിയോര കച്ചവടം ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. മൃഗസംരക്ഷണ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. ബേക്കറി, സാമൂഹ്യ പ്രവർത്തന മേഖല ശ്രദ്ധിക്കണം. അതേപോലെ അഗ്നിസംബന്ധമായും സാഹസികമായും പ്രവർത്തികൾ ചെയ്യുന്നവർ പൊതുവെ കച്ചവടക്കാർക്ക് മേന്മയുള്ള ദിവസമായിരിക്കില്ല. ഭൂമി, പ്രതിരോധ, സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ, ഇരുമ്പ്, സ്റ്റീല് മുതലായവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ, ആട് ഫാമൊക്കെ നടത്തുന്നവർ, IT മേഖല, മാനേജിംഗ് മേഖലയൊക്കെ ശ്രദ്ധിക്കണം. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലനം, യന്ത്രങ്ങളുടെ മെക്കാനിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഇതൊന്നും തന്നെ മേന്മയുള്ളത് അല്ല. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് അത്ര മേന്മയില്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ ഇവരൊക്കെ അത്ര അനുകൂലമുള്ളതല്ല. മണ്ണിൽ നേരിട്ട് പണിയുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ മത്സ്യമാംസാദി കച്ചവടങ്ങൾ നടത്തുന്നവർക്കും അത്ര മേന്മയുള്ളതല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപർ എന്നിവർക്കൊക്കെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. ടൂറിസം, സർക്കാർ ജീവനക്കാർ, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ അധ്യാപകർ, ഗവേഷകർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. എന്നാൽ സ്റ്റാർട്ടപ്പുകളൊക്കെ അനുകൂലമല്ലാതാനും അതും ശ്രദ്ധിക്കണം. അതേപോലെ ഈ ഫാഷൻ മേഖലയിലുള്ളവർക്ക് അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ വിതരണം ചെയ്യുന്ന അതൊക്കെ നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ട്. വിവാഹാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ അങ്ങനെയുള്ളവർക്കൊക്കെ മേന്മയുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ രംഗത്ത്, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ രംഗത്ത്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ അനുകൂലമാണ്. സിനിമാ മേഖല അനുകൂലമാണ്. കലാപ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. ആഭരണവുമായി ബന്ധപ്പെട്ട് അതിൽ സ്വർണ്ണാഭരണം അനുകൂലമല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ആരോഗ്യ മേഖല, അതിൽ അനുകൂലമല്ലാത്ത ആരോഗ്യ മേഖല പറഞ്ഞിട്ടുള്ളവർ ശ്രദ്ധിക്കുക. ഉപഭോക്തൃ സംരക്ഷണം, ഹോം നേഴ്സിംഗ് ഒക്കെ അനുകൂലമാണ്.
ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും വളരെ ദൈവാധീനമുള്ളത് കൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ട്. ഇനി ചിങ്ങം 1-3-2025 ചിങ്ങത്തിൻ്റെ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. അല്ല, അത് കർക്കിടകമാണല്ലോ പറഞ്ഞത്, നമ്മളത് പറഞ്ഞതാണ്. ഇനി ചിങ്ങക്കൂറുകാർ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം 1-3-2025 ചിങ്ങക്കൂറുകാർ. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവരുടെ 1-3-2025 ഫലം. ചിങ്ങക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവെ ഈ പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കൾ നടത്തുന്നവർ പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവർ, ഫാർമസിസ്റ്റ് മേഖലയിലുള്ളവർ അനുകൂലമല്ല. കൗൺസിലിംഗ് മോട്ടിവേഷൻ അനുകൂലമല്ല. ശില്പികൾ അനുകൂലമല്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ മുതലായവ നടത്തുന്നവർക്ക് അനുകൂലമല്ല. സ്വർണ്ണാഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആയോധന കലാരംഗം അനുകൂലമല്ല. മരവ്യവസായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം നേട്ടമൊക്കെ ഉണ്ടാകും. ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മേന്മയുള്ളവരാണ്. മനോരോഗ ചികിത്സ, പെയിൻറ്റിങ് അതൊക്കെ പൊതുവേ അനുകൂലമായിരിക്കും. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. പക്ഷേ സ്ത്രീകൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നൈറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. രാത്രിയൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം 1-3-2025 കാണാൻ. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല, ബേക്കറി, സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ സാഹസിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന മേന്മയുണ്ടാക്കും, അംഗീകാരമുണ്ടാകും. കച്ചവടക്കാർ പൊതുവെ കച്ചവടം അനുകൂലമാണ്, ബിസിനസ് അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ അനുകൂലമാണ്. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ളതൊക്കെ അനുകൂലമാണ്. ഈ ആയുധം എന്ന് പറയുന്നത് ഇരുമ്പ്, സ്റ്റീൽ കൊണ്ടൊക്കെ ഉള്ള ആയുധങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആട് ഫാം, IT മേഖല, മാനേജിംഗ് മേഖല ഒക്കെ പൊതുവെ അനുകൂലമാണ്. സ്പോർട്സ്, ബിസിനസ് രംഗം, നിയമപാലനം, യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലകൾക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കുകൾക്ക് ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർക്കൊക്കെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. ഗവേഷക വിദ്യാർത്ഥികൾ, ധനകാര്യ മേഖല, PR മേഖല, ഡേറ്റ അനാലിസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസങ്ങളായിരിക്കില്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർ, ആസൂത്രണം, പ്രൊജക്റ്റ് വർക്കുകൾ ഇതൊന്നും അനുകൂലമല്ല. ടൂറിസം മേഖല, വൻകിട ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര മേന്മ പറയാൻ കഴിയില്ല, വളരെ ശ്രദ്ധിക്കണം. അതേപോലെ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ വിതരണം ചെയ്യുന്നവർക്ക് കൊള്ളാം. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, മാരേജ് ബ്യൂറോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, ബ്യൂട്ടി പാർലറുകാർക്ക്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആരോഗ്യ മേഖലക്കാർക്ക്, വാഹനങ്ങൾ, ആഭരണ മേഖല, ഇൻറ്റീരിയർ ഡിസൈൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിനിമ മേഖല, ഉപഭോക്തൃ മേഖല, ഹോം നഴ്സിംഗ് മേഖല തുടങ്ങിയ മേഖലകളൊക്കെ ശ്രദ്ധിക്കണം. അല്ല, ആ മേഖലകളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം. മത്സ്യമാംസാദികളൊക്കെ വിതരണം ചെയ്യുന്ന ചിങ്ങക്കൂറുകാരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറ് 1-3-2025 ശനിയാഴ്ചത്തെ കന്നിക്കൂറ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് പൊതുവേ മേന്മയുള്ള ഒരു ദിവസമാണ്, വലിയ ദോഷമില്ലാത്തൊരു ദിവസമാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുമുണ്ട്. മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ് കന്നിക്കൂറുകാർക്ക്. മോട്ടിവേഷൻ, കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതേപോലെ പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ
ഇവർക്കൊക്കെ കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, അതുപോലെ മര വ്യവസായം ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കാർഷിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്ത്, പെയിന്റിംഗ് മേഖലയിലൊക്കെ കന്നിക്കൂറുകാർ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾ ഇവർക്കൊക്കെ അനുകൂലമാണ് കന്നിക്കൂറുകാർക്ക്. പരിസ്ഥിതി പ്രവർത്തകർ, ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടക്കാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ മൃഗസംരക്ഷണ മേഖല പൊതുവെ അനുകൂലമാണ്. ബേക്കറി, സാമൂഹ്യ പ്രവർത്തന മേഖല അനുകൂലമാണ്. എന്നാൽ അഗ്നി സംബന്ധമായും സാഹസികമായും ഒക്കെ വർക്ക് ചെയ്യുന്നവർ, ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ കച്ചവട രംഗത്ത് ഉള്ളവർ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കണം. ഭൂമി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ ശ്രദ്ധിക്കണം. ആയുധ വ്യാപാരമൊക്കെ നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, സ്റ്റീല് കൊണ്ടൊക്കെ വാക്കാത്തി കോടാലിയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതെന്നില്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുമ്പ്, സ്റ്റീലൊക്കെ വ്യാപാരം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം ഒക്കെ ശ്രദ്ധിക്കണം. നിയമപാലനം, പോലീസ്, കോടതി ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പരിധി വരെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം. യന്ത്രങ്ങളെ, മെക്കാനിക്സ് മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. ചിത്രരചനാ മേഖല അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ ഇവർക്കൊന്നും മേന്മയില്ല. ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് അനുകൂലമല്ല. ഡേറ്റ അനാലിസിസ്റ്റുകൾ അത്ര മേന്മയൊന്നുമില്ല. ധനകാര്യ മേഖല ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുകിട ധനകാര്യ മേഖല പ്രത്യേകം ശ്രദ്ധിക്കണം. PR മേഖലയൊക്കെ ശ്രദ്ധിക്കുക. ദേവകർമ്മങ്ങൾ ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ മേന്മയുണ്ട്. കൺസൾട്ടിംഗ് മേഖലയിൽ അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. അഭിഭാഷകർക്ക് അനുകൂലമാണ്. എന്നാൽ ന്യായാധിപന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസവുമാണ്. ടൂറിസം മേഖല അനുകൂലമാണ്. ആസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുണ്ട്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. എങ്കിലും ചില ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളവർ ശ്രദ്ധിക്കണം. അധ്യാപക, ഗവേഷക മേഖലയിലൊക്കെ ശ്രദ്ധിക്കണം. ഈ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ചില ബിസിനസ്സൊക്കെ ഇല്ലേ, അവരൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. കാരണം അവർക്കൊക്കെ ചിലപ്പോൾ ചില പണികളൊക്കെ ഇന്ന് വരാം. അതേപോലെ നയതന്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. എഡിറ്റിംഗ് മേഖല അത് അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അലങ്കാര വസ്തുക്കൾ, ആഭരണങ്ങൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർ അനുകൂലമല്ല. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മാരേജ് ബ്യൂറോ അനുകൂലമല്ല. ബ്യൂട്ടി പാർലർ അനുകൂലമല്ല. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമല്ല. കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര മേന്മയൊന്നുമില്ല. ഇന്റീരിയർ ഡിസൈൻ പോലെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. വാഹനങ്ങൾ, ആഭരണ മേഖല അനുകൂലമല്ല. എന്നാൽ ചില മേഖല അനുകൂലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഭരണത്തിലെങ്കിൽ അത് അനുകൂലമായിരിക്കും. ഹോസ്പിറ്റൽ അതേപോലെ ഈ ഉപഭോക്തൃ സംരക്ഷണ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. എന്നാൽ നിർമ്മാണ മേഖല കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. മത്സ്യമാംസാദികളുടെ വിൽപ്പനയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ചെയ്യുന്നവർക്ക് കന്നിക്കൂറുകാർക്ക് ചില മേന്മകളൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ദിവസങ്ങളായിരിക്കും. ഇനി തുല, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 1/3/2025 ശനിയാഴ്ച ദൈവാദിനം വളരെ കുറവുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് തുലാക്കൂറുകാർക്ക്. എങ്കിലും അവരുടെ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ അനുകൂലം. പത്രപ്രവർത്തകർക്കൊക്കെ, ചെറുകിട പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒക്കെ മേന്മയുള്ള ദിവസമാണ്. ഡേറ്റ അനാലിസിസ്, ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ പൊതുവെ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് മേഖലകളൊന്നും പൂർണ്ണമായി മെച്ചപ്പെട്ടു വരുമെന്നൊന്നും പറയാൻ കഴിയില്ല. ദൈവാധീനക്കുറവ് തുലാം രാശിക്കാരെ എല്ലാ മേഖലകളിലും ബാധിക്കും. മെഡിക്കൽ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്നുകളുടെ വ്യവസായമൊക്കെ നടത്തുന്നവർ, മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർ, ഡോക്ടർമാരെ ഇങ്ങനെയുള്ളവർ വളരെയധികം ആരോഗ്യമേഖലാ പ്രവർത്തകർ എല്ലാവരും തുലാം രാശിക്കാർ വളരെ ശ്രദ്ധയോടെ വേണം അവരുടെ മേഖലയെ കൈകാര്യം ചെയ്യാൻ. 1-ാം തീയതി
കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയൊന്നും അനുകൂലമല്ല. പഴക്കച്ചവടം, ശില്പികൾ, രാഷ്ട്രീയക്കാർ, പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നവർ, സ്റ്റാർട്ടപ്പുകൾ ഇവർക്കൊന്നും അനുകൂലമല്ല. ആഭരണ മേഖല അനുകൂലമല്ല. ആയോധന കലാരംഗം അനുകൂലമല്ല. ഈ മരം, സ്റ്റീല്, ഫർണിച്ചർ ഇങ്ങനെയുള്ളതൊന്നും അനുകൂലമല്ല. കാർഷിക മേഖല അത്ര മേന്മയുള്ളതും ഒന്നുമല്ല തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്ത്, പെയിൻറ്റിംഗ് രംഗത്തൊക്കെ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, പരിസ്ഥിതി പ്രവർത്തകർ, ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്ക് അനുകൂലമാണ്. പക്ഷേ ഈ സ്ത്രീകൾ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന വർക്കുകൾ, അവർ നേതൃത്വം നൽകുന്ന വർക്കുകളൊക്കെ തുലാം രാശിക്കാർക്ക് 1-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം അത്ര മേന്മയുള്ളതായിരിക്കില്ല. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായിരിക്കും. അതേപോലെ മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. ബേക്കറി, മധുരപലഹാര മേഖലകളൊക്കെ പൊതുവെ അനുകൂലമാണ്. അതേപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്നി സംബന്ധമായ സാഹസിക വർക്കുകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കച്ചവടക്കാർക്ക് അനുകൂലമല്ല. ഭൂമി, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗം അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. മാനേജിംഗ് മേഖല അനുകൂലമല്ല. ആയുധ വ്യാപാര, ഇരുമ്പ്, സ്റ്റീല് തുടങ്ങിയ കാര്യങ്ങളൊന്നും അനുകൂലമല്ല. സ്പോർട്സ്, ബിസിനസ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് വളരെ പ്രയാസമുള്ളതാണ്. അതേപോലെ ദേവകാര്യങ്ങൾ നോക്കുന്നവർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപന്മാർ ഇവർക്കൊന്നും അനുകൂലമായ ദിവസമല്ല അന്ന് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എഡിറ്റിംഗ് മേഖല, സർക്കാർ ജീവനക്കാർ, ആസൂത്രണം ചെയ്യുന്ന വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർ, ടൂറിസം, വൻകിട വ്യവസായ ബിസിനസ്സുകാർ, അതേപോലെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഹോം നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ വിൽപ്പനവർ, അതേപോലെ ബ്യൂട്ടി പാർലർ, വിവാഹ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതേപോലെ നിർമ്മാണ മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് പൊതുവേ. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുണ്ട്, എന്നാലും വലിയ മേന്മയുള്ളൊന്നുമുള്ള ദിവസമല്ല. ഈ ആരോഗ്യ മേഖല അവർക്ക് തീരെ അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും. അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഏത് ഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. പഴക്കച്ചവടമൊന്നും അനുകൂലമല്ല. ശില്പികൾ, രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർ, പൂജാദ്രവ്യങ്ങൾ, സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മരവ്യവസായം അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടമുണ്ടാകും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്നും അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത്, ആരോഗ്യ മേഖല ഒട്ടും അനുകൂലമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പെയിൻറ്റിംഗ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, സ്ത്രീകൾ ഒക്കെ വർക്ക് ചെയ്യുന്ന മേഖലകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും അത്ര മേന്മയില്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. മധുരപലഹാര വിതരണമൊക്കെ നടത്തുന്ന ആളുകൾക്ക്, അതൊക്കെ വിൽപ്പന നടത്തുന്നവർക്കൊന്നും അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർ അത്ര മേന്മയില്ല. അതേപോലെ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ, സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് മേന്മയില്ല. കച്ചവടക്കാരെ, ഭൂമി കച്ചവടം, പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗം, ഇലക്ട്രോണിക്സ് വിഭാഗം ഇവർക്കൊന്നും മേന്മയില്ല. ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള കച്ചവടം നടത്തുന്നവർ, ആട് ഫാം, IT മേഖല, മാനേജിംഗ് മേഖല ഇവർക്കൊക്കെ മേന്മ കുറഞ്ഞ ഒരു ദിവസമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, പോലീസ്, കോടതി ഇതൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. യന്ത്രങ്ങളുടെ, മെക്കാനിക്സ് മേഖല ഇവരൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊന്നും അനുകൂലമല്ല.
എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർക്കും ന്യായാധിപന്മാർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല സർക്കാർ ജീവനക്കാർക്ക് മേന്മയുള്ളതാണ്. പ്രൊജക്റ്റുകൾ ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ ചില അംഗീകാരങ്ങൾ കിട്ടാം. ടൂറിസം മേഖല വൻകിട ബിസിനസ്സുകാർക്ക്, അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർക്ക്, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമാണ്. പക്ഷേ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഗവൺമെൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരൊക്കെ, എല്ലാം രജിസ്ട്രേഷൻ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പങ്കാളിത്തമൊക്കെ ഉണ്ടെങ്കിൽ അത് അനുകൂലമായിരിക്കില്ല. അല്ലാത്തവർക്ക് പൊതുവെ ഗുണകരമാണ്. അതിൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ഇതൊക്കെ വിൽപ്പന ചെയ്യുന്നവർക്ക്, വിവാഹ സംബന്ധമായ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ബ്യൂട്ടി പാർലറുകാർക്ക്, സിനിമാ മേഖല, ഹോസ്പിറ്റൽ മേഖല, ആരോഗ്യ മേഖല, വാഹനങ്ങൾ, ഇൻറ്റീരിയർ തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഈ ഹോസ്പിറ്റൽ, ആരോഗ്യ മേഖല മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ് മേന്മ പറയുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖലയിൽ, ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. കൺസ്ട്രക്ഷൻ മേഖല വളരെ ശ്രദ്ധിക്കണം. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇനി ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് 1/3/2025 ശനിയാഴ്ച. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമൊന്നും അല്ല. എങ്കിലും കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. പഴക്കച്ചവടം ചെയ്യുന്നവർക്ക്, പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകളൊക്കെ അനുകൂലമാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർ, സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മരവ്യവസായം, എക്സിക്യൂട്ടീവുകൾ, CEO അങ്ങനെയുള്ളവർക്കൊക്കെ മേന്മയുണ്ട്. അതേപോലെ കാർഷിക മേഖല, ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലകൾ, മനോരോഗ ചികിത്സാ മേഖല, പെയിൻറ്റിംഗ് രംഗം, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾ, അവർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ, അതേപോലെ പശു, എരുമ മുതലായ വിൽപ്പന നടത്തുന്നവർ, അവരുടെ അതുമായി ബന്ധപ്പെട്ട ഫാമുകളൊക്കെ നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ മേന്മയുണ്ട്. എന്നാൽ സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. അഗ്നിസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, കച്ചവടം പൊതുവെ അനുകൂലമല്ല. ഭൂമി, റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം ധനുക്കൂറുകാർ. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക്സ് മേഖലക്കാർ ശ്രദ്ധിക്കണം. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീല് മുതലായൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖല അത്ര അനുകൂലമൊന്നും അല്ല ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. IT മേഖല, മാനേജിംഗ് മേഖല, സ്പോർട്സ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി ഇതൊക്കെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അനുകൂലമാണ് ധനുക്കൂറുകാർക്ക്. ചിത്രരചനയൊക്കെ നടത്തുന്നവർക്ക്, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് ഒക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ മുതലായവർക്ക്, പത്രപ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. ഗവേഷകർ, വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ് ധനുക്കൂറുകാർക്ക്. എന്നാൽ ദേവകാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷക, ന്യായാധിപർക്കൊന്ന് ശ്രദ്ധിക്കണം. എഡിറ്റിംഗ് മേഖല, അതേപോലെ സർക്കാർ ജീവനക്കാർ, ആസൂത്രണം, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ, ടൂറിസം മേഖല, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, വൻകിട ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിക്കണം. ദൈവാദിനം കുറവുള്ളൊരു ദിവസം കൂടെയാണ് ധനുവിനെന്നുള്ളതുകൊണ്ട്. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇതൊക്കെ മേന്മയുണ്ട്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ ഇവർക്കൊക്കെ അനുകൂലമാണ്. വാഹനങ്ങൾ, ആഭരണങ്ങളൊക്കെ അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ധനുക്കൂറുകാരായ നിർമ്മാണ മേഖലയിലൊക്കെ, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, മണ്ണിലൊക്കെ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ ധനുക്കൂറുകാർക്ക് അനുകൂലമാണ്. ഇനി മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം ആദ്യ പകുതി ഭാഗം, 1/3/2025 ശനിയാഴ്ച.
മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഇത്രയും കാലം മകരക്കൂറുകാർക്ക് പൊതുവെ മേന്മയുള്ള ദിവസങ്ങളായിരുന്നു. ഇനി കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഇനി മകരക്കൂറുകായിട്ടുള്ളവർ അവരുടെ തൊഴിൽ മേഖലയൊക്കെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. അത് മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമെന്ന് പറയാൻ കഴിയുന്ന സമയമല്ല. രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശില്പികൾ, സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നവർക്ക് ശ്രദ്ധിക്കണം. സ്വർണ്ണ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മെഡിക്കൽ സ്റ്റോർ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, കൗൺസിലിംഗ്, മോട്ടിവേഷൻ വർക്ക്, അതുപോലെ പഴക്കച്ചവടമൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരക്കൂറുകാര് കാർഷിക മേഖല ഒട്ടും അനുകൂലമല്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. ആരോഗ്യ മേഖല ഒട്ടും അനുകൂലമല്ല. പെയിൻറ്റിംഗ് മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ അനുകൂലമല്ല. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുള്ളവർ ശ്രദ്ധിക്കണം. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്ക് ശ്രദ്ധിക്കണം. അതേപോലെ ബേക്കറി, മധുരപലഹാരങ്ങളൊക്കെ, അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കണം. എന്നാൽ സാഹസിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒന്ന് ദൈവാധീനം വരുത്തിയിട്ട് പോകുന്ന ഗുണകരമാണ്. ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് അനുകൂലമാണ്. അനുകൂലമല്ലെന്ന് പറയുന്ന കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. പൊതുവെ കച്ചവടം അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അനുകൂലമാണ്. ആയുധ വ്യാപാരം, അതേപോലെ ഈ ആയുധം എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, സ്റ്റീൽ തുടങ്ങിയ കൊണ്ടൊക്കെ നടത്തുന്ന ആയുധങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർ, ഈ ആയുധമൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ, അത് കൊണ്ട് നടന്ന് ഈ വാക്കാത്തി, അരുവാൾ, കോടാലിയൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കാര്യങ്ങളൊക്കെ വിൽക്കുന്നവർക്കൊക്കെ പൊതുവെ നേട്ടങ്ങളുണ്ടാകും. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആട് ഫാം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളുണ്ടാവും. IT മേഖല അനുകൂലമാണ്. മാരേജ് മേഖല അനുകൂലമാണ്. സ്പോർട്സ് ബിസിനസ് രംഗങ്ങളൊക്കെ അനുകൂലമാണ്. പോലീസ്, കോടതി മേഖലകളിലൊക്കെ അനുകൂലമാണ്. എന്നാൽ ഈ അഭിഭാഷകർക്ക് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷണ വിദ്യാർത്ഥികൾ അനുകൂലമല്ല. ഡേറ്റ അനാലിസിസ്റ്റുകൾ അനുകൂലമല്ല. ധനകാര്യ മേഖല, PR മേഖല ഇതൊന്നും അത്ര അനുകൂലം അല്ല. എന്നാൽ ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മകരക്കൂറുകാർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല പൊതുവെ അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക്, ടൂറിസം മേഖലയിലുള്ളവർക്ക്, ബിസിനസ് സ്വന്തമായി ചെയ്യുന്ന ഒരു പരിധിവരെ നല്ല ഹൈ ലെവൽ ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖലയിൽ അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ നടത്തുന്നവർ, വിവാഹ സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലറുകാർക്കൊക്കെ അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലുള്ളവർക്ക്, വാഹനങ്ങൾ, ആഭരണങ്ങളൊക്കെ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈനുകാർക്ക്, സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മേന്മയുണ്ടാകും. എന്നാൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്കൊന്നും അനുകൂലമല്ല. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അത്ര മേന്മയൊന്നും ഇല്ല. ഇനി കുംഭം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൊരുരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. ദോഷമുള്ള മേഖലയാണ്. അതുകൊണ്ട് കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പൊതുവെ കുംഭക്കൂറുകാർക്ക് അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ അനുകൂലമാണ്. പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ്. ഗവേഷക വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കൊക്കെ മേന്മയുണ്ട്. ഡേറ്റ അനാലിസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖല ഇവർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ അവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഈ മാരേജ് ബ്യൂറോ പോലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, സിനിമാ മേഖലകളൊക്കെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല, ആരോഗ്യ മേഖലയൊക്കെ അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലെ, ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖലയിലുള്ളവർക്ക് അത്ര അനുകൂലമല്ല. മത്സ്യമാംസാദി കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. മെഡിക്കൽ സ്റ്റോർ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, ഫാർമസിസ്റ്റുകൾക്കൊന്നും അനുകൂലമല്ല.
മോട്ടിവേഷൻ കൗൺസിലിംഗ് മേഖല, പഴക്കച്ചവടം, ശില്പികൾ, രാഷ്ട്രീയക്കാർ, ഇവർക്ക് അത്ര മേന്മയില്ല. സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. സ്വർണ്ണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മരവ്യവസായം നടത്തുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ കാർഷിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്ത് പെയിൻറ്റർമാർക്കൊക്കെ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, പരിസ്ഥിതി പ്രവർത്തകർക്ക്, ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടമൊക്കെ അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖലയിലൊക്കെ അനുകൂലമാണ്. പക്ഷേ സ്ത്രീകൾ മാത്രം കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ മുൻതൂക്കം ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഈ 1-ാം തീയതി വൈകിട്ട് സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ അത്ര അനുകൂലമല്ല. അവർക്ക് പകൽ മാത്രമാണ് അനുകൂലം. നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പൊതുവെ IT മേഖല കൊള്ളില്ല കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അഗ്നി സാഹസിക കർമ്മങ്ങൾ കൊള്ളില്ല. കച്ചവടം പൊതുവെ മോശമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖല മോശമായിരിക്കും. പ്രതിരോധ സൈനിക മേഖല, IT മേഖല, ആട് ഫാം വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനേജിങ് മേഖല, പോലീസ്, കോടതി തുടങ്ങിയ മേഖലകൾ അത്ര മേന്മയുള്ളതായിരിക്കില്ല. അതേപോലെ സ്പോർട്സ് രംഗം അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർ, ന്യായാധിപർ തുടങ്ങിയവർ അവർക്കൊന്നും അത്ര മേന്മയില്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക്, കുംഭക്കൂറുകാർക്ക് അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല. ഒരു വർക്കുകളൊക്കെ ആസൂത്രണം ചെയ്യുന്ന പ്രൊജക്റ്റ് ഒക്കെ ആസൂത്രണം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ടൂറിസം മേഖല അനുകൂലമല്ല. വൻകിട ബിസിനസ് രംഗത്ത് അനുകൂലമല്ല. അധ്യാപകർ, ഗവേഷകർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവരൊക്കെ, വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കുംഭം രാശിക്കാർ. ഇനി നമുക്ക് മീനം രാശി 1-3-2025 ശനിയാഴ്ച മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതിയാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഭരണ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, ആഭരണങ്ങൾ, വാഹനങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈൻ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ബ്യൂട്ടി പാർലറുകൾ, ഹോം നഴ്സിംഗ് മേഖല, ഇത്രയും മേഖലയാണ് പൊതുവെ. ഇതിൻ്റെ അനുബന്ധ മേഖലകളും പൊതുവെ അനുകൂലമായിരിക്കും. ബാക്കി മീനക്കൂറുകാർക്ക് എല്ലാ തൊഴിൽ മേഖലയിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നതാണ്. ദൈവാധീനം വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നിയമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ, അതേപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട ഈ ബാർ അങ്ങനെയുള്ള ഇതൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സാഹസിക കർമ്മങ്ങൾ നടത്തുന്നവർ, ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ സ്വർണ്ണാഭരണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ എളുപ്പം നശിച്ചു പോകുന്ന വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് കച്ചവടം ചെയ്ത് അവസാനിപ്പിക്കേണ്ട കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മത്സ്യമാംസാദി കച്ചവടങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദിവസമാണിത്. പൊതുവെ മീനക്കൂറുകാർക്ക് ദൈവാധീനം കുറവായതുകൊണ്ട് എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഇപ്പോൾ ഈ തൊഴിൽ മേഖലയിൽ ഈ പറഞ്ഞിട്ടുള്ള മേഖലയിലല്ലാണ്ട് ഇഷ്ടംപോലെ മേഖലകളുണ്ട്. എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായി വരുന്ന മേഖലകളിൽ ദോഷകരമാണെന്ന് പറയുന്ന ചില മേഖലകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല. വർക്ക് ഒരുപാടുള്ളതുകൊണ്ട് പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ മേഖലകളിലൊക്കെ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ എൻ്റെ ദേവി.